മുഅ്മിനിന്റെ ഏറ്റവും വലിയ ഗുണം ഏതാ? തവക്കുൽ എന്ന് പറ കുട്ടി. പറ മോനെ, തവക്കുൽ എവിടുന്ന്? ആയത്തോട് മുഅ്മിന്റെ ഏറ്റവും വലിയ ഗുണം തവക്കുലാണെന്ന് തെളിവോത്. 2 ആയത്തോട് ഏറ്റവും ചുരുങ്ങിയത് 1 ആയത്തോട്. മുഅ്മിനിന്റെ ഏറ്റവും വലിയ ഗുണം തവക്കുലാണെന്നതിന് തെളിവായി 1 ആയത്തോട്. ജോജട നല്ല കുട്ടിയാണ്, വയമാക്കാന പേരക്കുട്ടി, നല്ല കുട്ടിയാണ് ജോജട, എനിക്കറിയില്ലേ? അങ്ങനെ ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. മുഅ്മിന് ഒന്നാമതായി ഉണ്ടാകേണ്ട ഗുണം തവക്കുലാണ്. അന്നത്തത് നാളത്തേക്ക് ചിന്തിക്കണ്ട. തവക്കുല് ജീവികളെല്ലാം ഇന്ന് മുത്തവക്കിലാണ്. മനുഷ്യന് പണം വന്നതോടുകൂടെ എന്തു പോയി? തവക്കുൽ പോയി. ഉണ്ടാക്കി വെച്ചാൽ മതി, നാളെക്കുണ്ട്, മറ്റന്നാക്കുണ്ട്, 1 മാസത്തേക്കുണ്ട്. അപ്പം 1 മാസത്തെ ബുദ്ധിമുട്ടില്ല. ഭർത്താവ് ഗൾഫിൽ നിന്ന് ഫോൺ ചെയ്തു, എന്തൊക്കെ വർത്താനം? സുഖം തന്നെയാണ്, കാര്യങ്ങളൊക്കെ എന്താ? 1 മാസത്തിന് ഇവിടെ ബുദ്ധിമുട്ടില്ല. അടുത്ത മാസങ്ങൾ പൈസ അയച്ചാൽ മതി, കുഴപ്പമില്ല. മനസ്സിലായില്ലേ? ചിന്തിക്കും. ഒരു നാട്ടിൽ മഴയില്ലാതെയായപ്പോൾ പിന്നെ കഞ്ഞി വെച്ച് കൊടുത്തിട്ട്, സാധുക്കൾക്ക് കഞ്ഞി വെച്ച് കൊടുത്താണ്ട് മഴക്കൊണ്ട് ഇത് ഉറപ്പിക്കാൻ കുറച്ച് ആളുകൾ കൂടി തീരുമാനിച്ചു. എൻ്റെ കുട്ടിക്കാലത്തുണ്ടായ ഒരു സംഭവത്തെക്കുറിച്ച് ഞാൻ കേട്ടതാണ്. എൻ്റെ വാപ്പൻ്റെ വലോട്ട് പറയുന്നത്. അങ്ങനെ ആ നാട്ടിലെ വലിയ മുതലാളിൻ്റെ അടുത്ത് പോയി, ഒരു ചാരി വേണം, ശാരി തരണം, മഴയില്ലാത്തതിന് ഇറക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പറഞ്ഞു, എനിക്ക് 2 കൊല്ലം മഴ പെയ്തിട്ടില്ലെങ്കിലും ബുദ്ധിമുട്ടില്ല, നിങ്ങൾ കുടുങ്ങി നിന്നെയും കൂടി കൊടുക്കണം. എന്തിനാ? സത്യം. എൻ്റെ വാപ്പനോട് ഒരുപാട് വട്ടം പറഞ്ഞു, ആളെ പേരും പറഞ്ഞു, അയാളെ ഞാൻ അറിയുകയും ചെയ്യും. മരിച്ചുപോയി, പുറത്തു കൊടുക്കട്ടെ. മനസ്സിലായില്ലേ? ചിന്തിക്കും. മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യൻ സൂക്ഷിച്ചു വെക്കണോടുകൂടെ തവക്കുലില്ലാതെ. അടിസ്ഥാനപരമായി ഏതൊരു ജീവി അങ്ങനെയല്ലേ? ഏതൊരു ജീവിയും മനസ്സിലായില്ലേ? لو أنكم تتوكلون على الله حق توكله لرزقكم كما يرزق الطير تغدو خماصا وتروح بطانا لو أنكم تتوكلون على الله. صحيح البخاري صحيح مسلم. لو أنكم أحاديث لو أنكم അറിയില്ലേ? ലൗ അന്നകും തതവക്കലൂന അലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുകയാണെങ്കിൽ, ഹഖ്ഖ തവക്കുലിഹി, യഥാർത്ഥത്തിൽ ഭരമേൽപ്പിക്കേണ്ട പ്രകാരത്തിൽ ഭരമേൽപ്പിക്കുകയാണെങ്കിൽ, ലറസഖക്കും, അവൻ നിങ്ങൾക്ക് വേണ്ടതെല്ലാം തരും. കമാ യർസുഖു ത്വയ്റ, പക്ഷിക്ക് കൊടുക്കുന്നത് പോലെ. തഗ്ദു ഖിമാസൻ വതറൂഹു ബിത്വാനാ, തഗ്ദു ഖിമാസൻ, അത് രാവിലെ കൂട്ടിൽ ഇറങ്ങുമ്പോൾ വയറൊട്ടിയാണ്. വതറൂഹു ബിത്വാനാ. സുബ്ഹാനല്ലാഹ് 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 സുബ്ഹാനല്ലാഹ്. വതറൂഹ ബിത്വാന, വയർ നിറഞ്ഞ് തിരിച്ചു. അബ്ദുൽ കലാം ആസാദും നെഹ്റുവും കൂടെ റായ്ബറേലിയിൽ നിന്നാണ് എൻ്റെ ഓർമ്മ, ജയിലിൽ ഒരു സെല്ലിൽ പാർത്തിരുന്ന ഒരു ചരിത്രമുണ്ട്. അപ്പോൾ അവർ പാർക്കുന്നതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു മരത്തിൻ്റെ അടുത്ത് മുകൾ ഭാഗത്ത് ഒരു പക്ഷിക്കൂടുണ്ടായിരുന്നു. ആ പക്ഷിക്കൂട്ടിൽ നിന്ന് ഒരു കുഞ്ഞ് താഴെ വീണു വൈകുന്നേരം. എന്നിട്ട് അതിനെ എണീറ്റ് പറക്കാൻ കഴിഞ്ഞില്ല കൂട്ടിലേക്ക്. ഇങ്ങോട്ട് നോക്ക്. റായ്ബറേലി എന്നാണ് എൻ്റെ ഓർമ്മ. ഏതായാലും ഇത് രണ്ടാലൊരാൾ ആത്മകഥയിലുണ്ട്, നെഹ്റുവിൻ്റെയോ മറ്റോ. അങ്ങനെ ഇത് നേരം വിളിക്കുന്നവരെ കരഞ്ഞുകൊണ്ടേയിരുന്നു. ആര്? ഈ പക്ഷിക്കുഞ്ഞ്. അമ്മ കൂട്ടിലും ഇരുന്നു. നേരം വെളുത്തു. മെല്ലെ സൂര്യകിരണങ്ങൾ ഇങ്ങനെ വന്നു. അപ്പോൾ അമ്മക്ക് തള്ളപ്പക്ഷി എന്ത് ചെയ്തു? തള്ളപ്പക്ഷി കൂട്ടിൽ നിന്നിറങ്ങി വന്നിട്ട് കൊക്ക് കൊണ്ട് കൊത്തിയിട്ട് വെയിലത്തൊണ്ടേട്ടു. എന്തിനെ? ഈ കുഞ്ഞിനെ.
അതായത് അതിന് അവയവങ്ങൾക്ക് ക്ഷതം വന്നിട്ടുണ്ട്. ഇനി അതിന് പറന്ന് കയറാൻ കഴിയില്ല. ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. നിങ്ങൾ ആലോചിക്കുക, അല്ലാഹു തആല ഓരോ ജീവികൾക്ക് കൊടുക്കുന്ന ചികിത്സ. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ തണലായപ്പോൾ വീണ്ടും ഈ തള്ളപ്പക്ഷി വന്നിട്ട് അവിടുന്ന് വീണ്ടും കൊണ്ടുകൊണ്ടെടുത്ത് അടുത്ത വെയിലുള്ള സ്ഥലത്തേക്ക് കൊണ്ടിട്ടു. അങ്ങനെ വൈകുന്നേരം വരെ മാറി മാറി ഈ തള്ളപ്പക്ഷി എന്ത് ചെയ്തു? കൊക്കുകൊണ്ട് വെയിലത്തേക്ക് ഇങ്ങനെ കൊണ്ടിട്ടു. ഉച്ച കഴിയുന്നതോടെ ഇത് പറന്ന് നേരെ കൂട്ടിലേക്ക് പോവുകയും ചെയ്തു. ഏറ്റവും വലിയ ട്രീറ്റ്മെൻറ്റാണ് എൻ്റെ. സൂര്യകിരണങ്ങൾ, വെയിലിനേക്കാൾ വലിയ മരുന്നില്ല. ഭയങ്കര എല്ലാത്തിനും മരുന്ന. ഇത് അല്ലാഹു തആല ആരെ പഠിപ്പിച്ചു? ഈ ചെറിയ പക്ഷിയെ കുറിച്ചു ഒന്നുമില്ല, ഒരു അക്കാദമിക്കൽ സ്റ്റഡി ഒന്നുമില്ല. ഇപ്പോഴാണ് മനുഷ്യൻ വെയിലിന്റെ ഗുണങ്ങളെ പഠിക്കുന്നത്. എന്നാൽ ഒരു അക്കാദമി ഇല്ലാതെ ആര് പഠിച്ചു? നോക്ക്, നിങ്ങളൊരു പക്ഷിക്ക് അല്ലാഹു കൊടുത്ത നിഅമത്ത്. ഞാനിവിടുത്തെ എണീറ്റപ്പോൾ ഉടനെ എന്ത് ചെയ്തു? അബ്ദുൽ കലാം ആസാദ് ഓടി. എന്തിന്? ഈ തള്ളപ്പക്ഷിയെ, ഈ പക്ഷിക്കുഞ്ഞിനെ എന്തെങ്കിലും ഒന്ന് ചികിത്സിക്കാൻ. അപ്പോൾ നെഹ്റു പറഞ്ഞു, വേണ്ട, നിങ്ങളിവിടെ ഉണ്ടായിട്ടല്ലേ നിങ്ങൾക്കതിന് കഴിയുന്നു. ഈ ഭൂഗോളത്ത് എത്ര മരങ്ങളുണ്ട്, എത്ര കോടി പക്ഷികളുണ്ട്, അവരൊക്കെ ഇന്ന് രാവിലെ അങ്ങനെ വീണിട്ടുണ്ടാവില്ലേ? അവരെ നിങ്ങൾ എന്താ ചെയ്യുക? പ്രകൃതി അതിനൊരു നന്മ വെച്ചിട്ടുണ്ടാവും, അത് ചെയ്തോട്ടെ, നിങ്ങളുണ്ടായിരിക്കും. മനസ്സിലായി പറഞ്ഞത്? നെഹ്റു പറഞ്ഞതായിരുന്നു ശരി. മനസ്സിലായില്ലേ? ചിന്തിക്ക് ഭയങ്കര പാടാണ്. റിസ്കിലേക്ക് എല്ലാത്തിനുണ്ട്, എല്ലാമുണ്ട്. വെയിൽ കൊണ്ട് മാത്രം ജീവിക്കുന്നവരുണ്ട്. ഭക്ഷണത്തിന് പകരം എന്ത്? വെയിലുള്ളൂ, പിന്നൊന്നും വേണ്ട. യാസീന്റെ നടുവിലുണ്ടല്ലോ ഒരു ആയത്ത്, വെയിൽ എന്നുള്ളത് വല്ലാത്തൊരു സംഗതിയാണ്. തിരിച്ചൊരു വിഷയത്തിലേക്ക് തിരിച്ചു. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. വളരെ ചിന്തിക്കണം. പറഞ്ഞ മനസ്സിലാവുന്നില്ലേ? ചിന്തിക്കണം. അപ്പൊ വിഷയം അത് പറയൽ, വെയിൽ പറയാനല്ല, വെയിൽ ഞാൻ കൂട്ടത്തിൽ പറഞ്ഞു പോയതാണ്. മനസ്സിലായാലും ചിന്തിക്കണം. നിനക്ക് ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട കാര്യമുണ്ട്. നിന്നെ ആവശ്യപ്പെട്ടതിൽ നീ വീഴ്ച വരുത്ത അലംഭാവം ശ്രദ്ധേയില്ല. 4 കാര്യത്തിൽ അലംഭാവം കാണിക്കരുത്. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. 4 കാര്യത്തിൽ അലംഭാവം കാണിച്ചാൽ നീ തോറ്റു. 1,